യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ മക്കളെ, നമ്മുടെ കൂട്ടായ്മ ഏത് കൂട്ടായ്മയാണത്? ദമ്പതി കൂട്ടായ്മ അല്ലേ? കുടുംബങ്ങളുടെ കൂട്ടായ്മ. ഈ കുടുംബത്തിൻ്റെ കാര്യമല്ലേ ഇപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ട്, ഞാൻ ചിന്തിച്ച കാര്യമല്ലേ ഇപ്പോൾ ഇത് പറയാൻ വേണ്ടി. ഇപ്പോൾ കുടുംബത്തിൻ്റെ കാര്യം തിരിച്ച് വരികയാണ്. കുടുംബത്തിൻ്റെ കാര്യം തന്നെയാണ് ഈശോ പറയണത്. ഏത് കുടുംബമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലാസറിൻ്റെ കുടുംബം. അവിടെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഡിന്നറായിരുന്നു അവിടെ, ഇല്ലേ? കഴിഞ്ഞ മാസം അവിടെ ഭയങ്കര ഡിന്നറായിരുന്നു. ഈശോ വരുന്നു, ഈശോ ഡിന്നർ ഒരുക്കുന്നു, മറിയം കർത്താവിൻ്റെ വചനം കേൾക്കുന്നു, ഭയങ്കര പരിപാടിയായിരുന്നു. കാലാവസ്ഥ മാറിയണ്ട, ടക്കേന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ മാറി. കാലാവസ്ഥ മാറിയ കണ്ണീരിൻ്റെ കാലമായി, ഇല്ലേ? കുടുംബത്തിലുള്ളവർ കേൾക്കുക, കാലാവസ്ഥകൾ മാറാം കുടുംബത്തിൽ. ഈശോ തന്നെ പറഞ്ഞില്ലേ നേരത്തെ? എന്താ പറഞ്ഞത്? അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. അപ്പോൾ എന്താ ഈശോ പറഞ്ഞത്? ഈ സന്തോഷവും ഉണ്ടാകും, ദുഃഖവും ഉണ്ടാകും. ഈ സന്തോഷത്തിൻ്റെ സമയത്ത് മറിയം ഈശോൻ്റെ കൂടെ ഇരിക്കുന്നു. ദുഃഖത്തിൻ്റെ സമയത്ത് മറിയം ഈശോൻ്റെ കൂടെ ഇല്ല. അതാണൊരു വ്യത്യാസം. സന്തോഷത്തിൻ്റെ സമയത്ത് മറിയം ഈശോൻ്റെ കൂടെ ഉണ്ട്, ഇല്ലേ? ദുഃഖത്തിൻ്റെ സമയത്ത് മറിയം ഈശോൻ്റെ കൂടെ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? വിശ്വസിച്ചില്ല, പ്രയോജനപ്പെട്ടില്ല. എപ്പോൾ പ്രയോജനപ്പെടണം? സഹനകാലങ്ങളിലാണ് പ്രയോജനപ്പെടേണ്ട വിശ്വാസം, അല്ലേ? സകലകാര്യങ്ങളും നീ കൈവരിക്കുന്ന നിലപാടുകളാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ ദൈവം ഇപ്പം നമുക്കൊരു പുതിയ കാലം 2017 കിട്ടിയിരിക്കുകയാണ്. ഈ 2017 എന്താ സംഭവിച്ചിരിക്കുന്നത്? ജനുവരി മാസത്തിൽ നിങ്ങൾ എന്നെ കാണും, ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ എന്നെ കാണത്തില്ല, പിന്നെ മാർച്ച് മാസത്തിൽ നിങ്ങൾ എന്നെ കാണാം, പിന്നെ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എന്നെ കാണത്തില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞാൻ അനുഭവിച്ചുകൂടി രോഗങ്ങൾ 5-6 രോഗങ്ങൾ ഒരുമിച്ച് വന്ന് ഞാനൊരു ദൈവമേ, എൻ്റെ കഥ തീർന്ന, പരിപാടി തീർന്ന. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം, പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ ഇത്രയും കർത്താവ് ചെയ്തു, അത്രയേ ഉള്ളൂ, തീർന്നു, അങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷേ എങ്കിലും ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. പക്ഷേ ഞാൻ ഹാപ്പി അല്ലെങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കിയില്ലായിരുന്നു. ഈ രണ്ട് വിഷയമാണ്. ഇപ്പം നമ്മൾക്ക് ക്ലച്ച് ഓഫ് ആയാലും ശരി, ചിലപ്പോൾ വണ്ടി മുന്നോട്ട് പോകും, നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്നാൽ മതി. ആൾക്കാർക്ക് കുഴപ്പമുണ്ടാകുന്നറിയാമോ? ഇവർ ക്ലച്ച് ഓഫ് ആയി കഴിച്ചും ബ്രേക്ക് ചവിട്ടും. അത് വണ്ടിയുടെ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ ചില സമയത്ത് എഞ്ചിനുമായിട്ട് കണക്ഷൻ പോകും, നമുക്ക് ദൈവമായിട്ട് കണക്ഷൻ പോകും. കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ക്ലച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ആൾക്കാരുടെ ഉടനെ ബ്രേക്ക് ചവിട്ടും, പ്രാർത്ഥന നിർത്തിക്കളയും. അത് മണ്ടത്തരമാണ്. ദൈവവുമായിട്ടുള്ള കണക്ഷൻ പോയെന്ന് തോന്നിയാലും എൻ്റെ മക്കൾ കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കൈയടിച്ച് കർത്താവിനെ സുഡല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, മക്കളെ, ഇതുപോലെ ചില സമയത്ത് ഈശോ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. എന്താണ്? മത്തായിയുടെ ലാസറിന്റെ കുടുംബത്തിൽ സംഭവിച്ചില്ലേ? ലാസർ രോഗിയായി. എന്താണ്? അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. നമ്മുടെ വേദനയുടെ സമയത്തൊക്കെ ദൈവത്തിൻ്റെ ആഭാവമുള്ള സമയമാണെന്നാണ് പൊതുവേ നമുക്കൊരു അനുഭവമുള്ളത്. ശരിക്കും കാര്യം നമ്മുടെ പ്രാർത്ഥന ഒന്നും കേൾക്കണില്ലല്ലോ. പ്രാർത്ഥന കേട്ടതായിട്ട് നമുക്ക്
ഫീൽ ചെയ്യുന്നില്ല. അതാണ് സംഭവം. പ്രാർത്ഥന കേൾക്കണമില്ല, പ്രാർത്ഥന കേൾക്കണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമില്ല. അപ്പം നമ്മളോർക്കും ദൈവമേ കൊന്ത വിട്ട് മടുത്തല്ലേ, എന്നാത്തിന് ഇത്രയും പ്രാർത്ഥിക്കണത് എന്ന് തന്നെയല്ല പ്രശ്നം. പ്രാർത്ഥിക്കാത്ത ആൾക്കാർക്ക് ഇതെല്ലാം സംഭവങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നുണ്ട് വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഡൈക്കോട്ടമിയിലായി പോണത്. പ്രാർത്ഥിക്കുന്ന നമ്മളുടെ കാര്യങ്ങൾക്ക് ഒരു ഉത്തരവില്ലാതിരിക്കുകയും പള്ളി വലിയ പട്ടക്കാരനൊരു പ്രാർത്ഥനയുമില്ല, അത് തന്നെ ആഭാസന്മാരോട് ജീവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇതെന്നെ മറിയത്തിന് സംഭവിച്ചത്. അതുകൊണ്ട് മറിയം മനസ്സ് മടുത്ത് എന്തുകൊണ്ടാണ് ഇരുന്നത്? കർത്താവ് അവിടെ വന്നപ്പോൾ മറിയം പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നത് എന്താ? ഒന്ന്, വിശ്വാസം കുറഞ്ഞ്. രണ്ടാമത്തത്, നിരാശ വന്ന്. ഇല്ലേ? ഈ നിരാശ എന്ന് പറയുന്ന വിഷയം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. കാര്യം വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിരാശ ദൈവം പ്രത്യാശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഈ പ്രാർത്ഥന കേൾക്കപ്പെടാത്ത പരിശീലനങ്ങളിലൂടെ ദൈവം കൊണ്ടുപോകുമ്പോൾ നമ്മളത് അവധാനതയോടെ പിടിച്ചു നിൽക്കണം. ഈ സെക്കൻഡ് സെക്ഷൻ, അതായത് വിശ്വാസം കഴിഞ്ഞു വരുന്ന സെക്ഷൻ ഇത്തിരി ഡേഞ്ചർ സോണാണ്, അപകട മേഖലയാണ്. അതായത് എല്ലാവരും തരണം ചെയ്യും, വചനം അറിയാവുന്ന എല്ലാവരും തരണം ചെയ്യുക, അല്ലാത്തവർക്ക് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എൻ്റെ അച്ഛാ ഇപ്പോൾ വചനം അറിയാൻ പാടില്ലാത്തവർ, വചനം അറിയുന്നവർ, ഇപ്പോൾ ഇനി എന്താ ഇത് പ്രത്യേകിച്ച് എന്താ മെച്ചം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ മെച്ചം തോന്നണത്? ഇപ്പോൾ ലാസറിൻ്റെ വീട്ടിൽ വന്ന 3 കാര്യങ്ങൾ എങ്ങോട്ടാ സാധനം പോകണമെന്ന് നോക്കിക്കേ. ലാസറിൻ്റെ വീട്ടിൽ ഡിന്നർ നടക്കുന്നു, ഭയങ്കര ആഘോഷവും ഈശ്വര സാന്നിധ്യവും ഭയങ്കര സന്തോഷപരമായ അന്തരീക്ഷം അല്ലേ? പിന്നെ പിറ്റേ ദിവസം എന്താ സംഭവിക്കണത്? ദുഃഖം. പിറ്റേ മാസം നടക്കുന്നത് ദുഃഖം. ദുഃഖം കഴിഞ്ഞ് എന്താ സംഭവിക്കണത്? ദുഃഖത്തെ ഇവർ രണ്ടുപേരും കൈകാര്യം ചെയ്ത രീതികൾ തെറ്റായിപ്പോയി. ദുഃഖം എന്ന സങ്കടകരമായൊരവസ്ഥ വന്നാൽ അതിനെ തടം ചെയ്യുന്നതിനുള്ളിൽ നീ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കണമെന്നാണ് ഈശോ പറയണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ആ മൂത്ത മകനില്ലേ, ആടെ മൂത്ത മകൻ, ധൂർത്തപുത്രൻ്റെ മൂത്ത മകൻ, അവന് ഈ അപ്പം വന്ന് അവൻ്റെ ജീവിതം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡ്രൈയാണ്. കാര്യം അവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് കുഞ്ഞുനാളെ പോലെ ജീവിക്കുന്നതിനാണ്, ജീവിതം ഡ്രൈയാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഇളയ മകൻ തേച്ച് മുടിച്ച് പോയവൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി വീടിനെ ഉത്സവമാക്കി അപ്പൻ മാറ്റുമ്പോൾ അവന് ഒരു സംശയം, ഇനി ഞാനിവിടെ നിൽക്കേണ്ട കാര്യം വല്ല ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമ്പോഴേ ഞാൻ പ്രാർത്ഥന തുടരുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അതാണ് മൂത്തമകനാണ് സംഭവം. അതായത് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കാതിരിക്കുകയും പ്രാർത്ഥന കേൾക്കാത്തവൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ മൂത്ത ഇളയ മകനെ സൽക്കരിക്കുകയും ചെയ്യണേ കാണുമ്പോൾ ഞാനിനി ആത്മീയ കാര്യം കൊണ്ട് പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന്, ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കണോ വേണ്ടേ എന്ന് ഒക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അപ്പൻ ഇറങ്ങി വരണത് അല്ലേ? അപ്പൻ ഇറങ്ങി വരുന്നുണ്ട്. ആരുടെ അടുത്ത്? മുത്തമകൻ്റെ അടുത്ത് അപ്പൻ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ കെട്ടിപ്പിടുത്തമൊന്നുമില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. ചുംബനവും ഇല്ല, വളരെ കൂളാണ് ആള്. എന്താടാ? അപ്പം അവൻ കരയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പൻ കരയും. അവൻ കരയും എന്ന് പറഞ്ഞ്, ഞാൻ കുഞ്ഞുനാളും ഒരു വേലക്കാരനെ പോലെ ദാസനായിട്ട് ജീവിച്ചതാണ്. ഈ നിൻ്റെ ഈ മകനെല്ലാം തെറ്റും പിടിച്ച് നശിപ്പിച്ച് വേശ്യകൾക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കൊടുത്ത കളക്കുട്ടിക്ക് വന്ന് എൻ്റെ കൂട്ടുകാരെ ഉല്ലസിക്കാൻ വേണ്ടി നീ എനിക്കൊരു കുഞ്ഞാടിനെ പോലും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കരയും. കരയുമ്പോൾ ഒറ്റ വാക്കപ്പം പറയും, സാന്ത്വനപ്പെടുത്തുകയൊന്നുമില്ല, വചനമേ പറയത്തുള്ളൂ. കാര്യം അവൻ ആഴപ്പെടണം. അവന് വൈകാരിക സാന്ത്വനങ്ങളൊന്നുമില്ല. അവന് ഒരു വചനം പറയും, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ക്ലിയർ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു സാധനം യോഹന്നാൻ എഴുതി കയറ്റിയിരിക്കുന്നത് ഞാൻ ചില സമയത്ത് തോന്നിയപ്പോടെ അത് എഴുതി കയറ്റേണ്ട കാര്യമില്ലായിരുന്നെന്നാണ്. നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ട്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അത് ഓവർ സാന്ത്വനമാണ്. ശരിക്കും നമ്മൾ ആ ഫസ്റ്റ് പാട്ട് കിട്ടിയാൽ മതി നമുക്ക്. എന്താ പറഞ്ഞത്? നീ എനിക്കൊരു കുഞ്ഞാടിനെ പോലും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ 15:31 ലൂക്കായുടെ സുവിശേഷത്തിന് അപ്പൻ പറയും, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. ഈ അപ്പൻ ആരുടെ സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. പിതാവായ ദൈവമാണ് പറയണത്. എന്താണ് പറയണത്? നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ എന്താ? നിത്യതയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ പിതാവായ ദൈവമാണ് സംസാരിക്കണത്. ഇന്നലെ 92 വയസ്സുള്ള അപ്പാപ്പനെ കണ്ട്.
അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് കണ്ണിനൊക്കെ കുറേ കുഴപ്പമൊന്നുമില്ല, ഇനി പടി എത്തിപ്പിടിക്കണം, ഇനി 5-8 കൊല്ലം കൂടി ജീവിക്കായിരിക്കും, ഇപ്പോൾ 98 വയസ്സ് വരെ ജീവിക്കുന്ന പുള്ളിക്കാരൻ പറയണത്. ഞാൻ അപ്പം അനുഗ്രഹിച്ച്, ദൈവം പറഞ്ഞ പോലെ ഇരിക്കട്ടെന്ന് തോന്നി. എന്നാലും അപ്പാപ്പൻ 98 വയസ്സ് വരെ ഉള്ളു. എന്നാലും അപ്പാപ്പൻ 98 വയസ്സ് വരെ ഉള്ളു. പക്ഷേ ഈ അപ്പൻ്റെ കൂടെ എന്താണ്, നിത്യതയോളമാണ് ഉള്ളത്. നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എൻ്റെ ദൈവവേദലേ, നിന്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയില്ലേ, അതാണ് പ്രാർത്ഥന. കേൾക്കപ്പെടാത്ത പ്രാർത്ഥന. കേൾക്കപ്പെടാത്ത പ്രാർത്ഥന എങ്ങോട്ട് പോകുന്ന, ഒരു കുഞ്ഞാടിനെ പോലും തന്നില്ലെന്ന് പറഞ്ഞില്ലേ? അതിന് ഉത്തരം പറയണത് 15:31 നീ എനിക്കൊരു കുഞ്ഞാടിനെ പോലും തന്നില്ലെന്ന് പറയണില്ലേ? നിങ്ങൾക്കുണ്ടല്ലോ കംപ്ലൈൻറ്റ്, എനിക്കുണ്ടല്ലോ കംപ്ലൈൻറ്റ്. എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, കാര്യം എനിക്ക് കളിപ്പം മനസ്സിലായിട്ടുണ്ട്. വളരെ വൈകിയാണെങ്കിൽ ദൈവക്കളികൾ മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. എന്നാലും ദൈവത്തിൻ്റെ നീക്കുപോക്കൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കംപ്ലൈൻ്റ് ഉണ്ടാവും. അപ്പനെന്താ പറയണത്, എൻ്റെ മകനെ ഈ ഐഹിക ജീവിതത്തിൽ ഞാൻ എന്ത് തന്നാലും നിനക്ക് 98 വയസ്സ് വരെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എന്താ പറ്റിയിരിക്കണത്, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന്. നിനക്ക് സമയം തന്നിരിക്കണം എന്താണെന്നറിയാവോ, നിത്യജീവിതമാണ്. ദൈവത്തിലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന എന്ത് ചെയ്യണമെന്ന് നമ്മളോട് ആദ്യം പറഞ്ഞത് ആരാ? ഈശോയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിൽ വന്നിരിക്കുന്ന മക്കളാണെങ്കിൽ കേട്ട പ്രാർത്ഥന അനുഗ്രഹമാണ്, കേൾക്കാത്ത പ്രാർത്ഥന എന്താണ്? കൃപയാണ്. കേട്ട പ്രാർത്ഥന കാഷ് ആൻഡ് കൈൻഡ്, ഫിസിക്കൽ ഫേവേഴ്സ്, ബ്ലെസ്സിങ്സ്. കേട്ട പ്രാർത്ഥന അത് യൂസ് ആൻഡ് ത്രോയാണ്. കേട്ട പ്രാർത്ഥനകളെല്ലാം യൂസ് ആൻഡ് ത്രോയാണ്. അതെല്ലാം നേടി ജയലളിതയ്ക്ക് 20,000 കോടി രൂപ, 3 കണ്ടെയ്നർ സ്വർണം, 2500 ഏക്കർ പട്ടണപ്പുരയിടം, എല്ലാം. അത് എന്ത് ചെയ്തെന്ന് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന അവരുടെ ബോധം പോയി. മനുഷ്യൻ വികസിച്ച് നേടിയെടുത്താൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ജയലളിത പോലെ ഉള്ളൂ. ഇവരെ എൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യാനാണ്? എന്തെല്ലാം പ്രാർത്ഥന കേട്ടാലും ഭൗതിക ആനുകൂല്യത്തിൻ്റെ പ്രാർത്ഥനകളെല്ലാം കേട്ടിരുന്നാലും അവസാനം ഇതുപോലെ വരും. കേട്ട പ്രാർത്ഥന അനുഗ്രഹമാണ്, കേൾക്കാത്ത പ്രാർത്ഥന എന്താണ്? കൃപ. എൻ്റെ ആസ്തി എന്ന്, നിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആസ്തി, നമ്മുടെ സ്ഥിര നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ? അത് കേൾക്കാത്ത പ്രാർത്ഥനയാണ്. കേൾക്കാത്ത പ്രാർത്ഥന എല്ലാ സ്ഥിര നിക്ഷേപം ആകത്തില്ല. കേൾക്കാത്ത പ്രാർത്ഥനയെ സ്ഥിര നിക്ഷേപം ആക്കാനാണ് നമ്മൾ കൃപാസനത്തിൽ വരണത്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാത്ത പ്രാർത്ഥന ഈശോ എന്നാ ചെയ്തത്? അതറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാം. എൻ്റെ ദൈവവേദന എനിക്കും നിനക്കും 10 കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ചോ, 5 കൂട്ടിയാൽ മതി. 5 കേൾക്കണ്ടെന്ന് ഇപ്പം തന്നെ പറഞ്ഞോ. 5 എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴ് കേൾക്കാത്ത പ്രാർത്ഥന ഈശോക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? 22:43, ലുക്കായി 22:42. അവൻ ഗെത്സേമനിയിൽ തീവ്രവേദന മുഴുകി. അവനെന്താ അപ്പായോട് പറഞ്ഞത്? അപ്പാ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. ആദ്യത്തെ പ്രാർത്ഥന വിട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈശോയെ വിവേചിച്ചിട്ട് പറഞ്ഞു, ജീസസ്, ദിസ് പ്രേയർ ഇസ് നോട്ട് ഗോയിങ് ടു ഹേഡ്. ഈ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല. എന്താ കാര്യം? അപ്പാടെ തിരുമനസ്സാണ് നിൻ്റെ റിഡംഷൻ, മനുഷ്യരാശിയുടെ രക്ഷാകര സംഭവം. അതിനപ്പാടെ മനസ്സ് പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് ദൈവിക നിയോഗം ലഭിച്ച ആളാണ് നീ. ആ നിയോഗത്തിൽ നിന്ന് മാറാൻ അപ്പം സമ്മതിക്കും തോന്നുന്നില്ല, അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈശോ പറഞ്ഞ, ആത്മാവേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പായോട് എന്താ പറയേണ്ടത്? അപ്പായോട് എന്താ പറയേണ്ടത്? ജീസസ്, ദൈ വിൽ ബി ഡൺ എന്ന് പറയൂ. നീ അപ്പായോട് പറയൂ, അപ്പാ, നിൻ്റെ മനസ്സ് നിറവേറ്റാനുള്ള ശക്തിത അപ്പാ എന്ന് പറയും. അവന് ഉടനെ ഈശോ 3 പ്രാവശ്യം പറഞ്ഞു, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് 3-ാം പ്രാവശ്യം ഈശോ പറഞ്ഞു, അപ്പാ, ഭവാ മീ മൈ ലോർഡ്. നിൻ്റെ വചനം, നിൻ്റെ മനസ്സ് നിറവേറ്റാൻ, നിൻ്റെ അവസാന ദിവസം അങ്ങയുടെ തിരുമനസ്സ് എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉറപ്പല്ലേ? അത് പറഞ്ഞ ഉടനെ അവനെ ശക്തിപ്പെടുത്താൻ മാലാഖ വന്നു 18:6 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. പക്ഷെ അതല്ല ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഈശോ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന തന്നെയല്ലേ സ്വർഗസ്ഥനായ പിതാവ്? ആണോ? ഈശോ പ്രാർത്ഥിച്ച കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് ഈശോയുടെ പ്രതികരണമല്ലേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ഭാഗങ്ങൾ? എന്താ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ ഭാഗം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പം ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് ഈശോ എന്താ ചെയ്തത്? സകലകാലങ്ങളിൽ ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് ഈശോ എന്താ ചെയ്തത്? ദൈവത്തെ മഹത്വപ്പെടുത്തി. അതല്ലേ നാമം പൂജിതമാക്കിയത്.
സ്വർഗസ്ഥനായ പിതാവിന് സംഭവിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ നാമം പൂജിതമാക്കുകയാണ്. എൻ്റെ മക്കളെ, കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ദൈവേഷ്ടമായി കരുതിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമം പൂജിതമാക്കി കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ദൈവേഷ്ടമായി കരുതിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമം പൂജിതമായി കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? എന്ത് കിട്ടും പറഞ്ഞു? അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവേൻ. പ്രൈസ് ദി ലോർഡ്. റോമ 4:20 എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. അപ്പൊ റോമ 4:20 ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നമുക്ക് 2017 കിട്ടി. 2017 എന്തിനുള്ളതാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാനുള്ളതാണ്. അല്ല കർത്താവിനെ കൊണ്ട് കപ്പയും കഞ്ഞും കടലയും മാത്രം ഒപ്പിക്കാനുള്ളതല്ല. എന്തിനുള്ളതാണിത്? 2017 എന്തിനുള്ളതാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞേ. എൻ്റെ ദൈവത്തിനെ അങ്ങ് ചങ്കയെ കൊണ്ടെന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവേ, ഈ പുതുവത്സരം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവിൻ. ദൈവത്തിൻ്റെ പ്രസാദം നിറഞ്ഞ മകളായി മാറാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴികളിൽ ഒന്നാണ് എന്താ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ 4:20 ഇക്വേഷൻ റോമാ ലേഖനം അനുസരിച്ച് കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാവണം. കേൾക്കപ്പെടാത്ത പ്രാർത്ഥന വെച്ചാണ് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ നാമം പൂജിതമാക്കുന്നത്, ദൈവത്തിൻ്റെ തിരുവശത്ത് നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമം പൂജിതമാക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക. വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം. നിങ്ങൾ ഈ വർഷം ഒരു ടാർഗറ്റായിട്ട് വെക്കണം. നിങ്ങൾക്ക് തോന്നണോ ഞങ്ങളും നിങ്ങളെപ്പോലെ കർത്താവിൽ ജീവിക്കുന്നവരാണ്, നമ്മൾ കർത്താവിനെ അറിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ മേഖലയും വിജയമല്ലാതെ പരാജയം ഉണ്ടാകത്തില്ല. ഏതെങ്കിലും ഒരു പരാജയം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ ദൈവഹിതമാക്കി മാറ്റിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കൃപയാക്കി മാറ്റി വിശ്വാസത്തിൽ മക്കളെ ശക്തിപ്പെടുത്തിയിട്ട് ആത്മീയമായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. ഓരോ സമയത്ത് അപ്ഗ്രഡേഷൻ ഉണ്ടാവും. അതിനെല്ലാം പ്രോജക്റ്റ് വരും. ശരിക്കും അപ്ഗ്രഡേഷൻ്റെ പ്രോജക്റ്റുകൾ, സകല സാഹചര്യങ്ങളെല്ലാം ഈശോ എന്തിനാണ് ഉപയോഗിച്ചത്? സകല സാഹചര്യങ്ങളെല്ലാം ഈശോനെ എന്താ ചെയ്തത്? ഈശോനെ താഴ്ത്തുകയാണ് ചെയ്തത്, അല്ലേ? സകല സാഹചര്യങ്ങൾ എപ്പോഴും നമ്മൾ ഉയർത്തുക ഇല്ല, നമ്മൾ താഴ്ത്തുകയുള്ളു. പക്ഷെ നമ്മൾ ആരുടെ പേരിലാണ് താഴ്ത്തണത്? ദൈവത്തിൻ്റെ പേരിൽ. ഇപ്പോൾ വിനയം, ക്ഷമ, ദയൊക്കെ പ്രാപിക്കുമ്പോൾ ഈശോ ശരിക്കും അപമാനിതനായാണ് ക്രൂശിക്കപ്പെടുന്നത്. ഈശോ താഴ്ന്ന് മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തിയതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തിയെന്നാണ് ഫിലിപ്പിയർ 2:7 പറയണത്, അല്ലേ? ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പോൾ ദൈവത്താൽ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് താഴ്ത്തപ്പെടാനുള്ള സാഹചര്യങ്ങൾ സഹനമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മളതിനെ
സുവിശേഷ വിഹിതമായിട്ട് സമീപിച്ചാണ് നമ്മളതിനെ പ്രയോജനപ്പെടുത്തുന്നത്. പ്രയോജനം അങ്ങനെയാണ് വരണത്. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രയോജനപ്പെടാമെന്നാണ് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിവ് നൽകേണ്ടത്. മാർത്തായിക്ക് മറിയത്തിനത് പ്രയോജനപ്പെട്ടില്ല അല്ലേ? സകല സാഹചര്യം വന്നപ്പോൾ അവളത് പ്രയോജനപ്പെട്ടില്ല, അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. യൂദാസിന് പ്രയോജനപ്പെട്ടില്ല, അവൻ മടങ്ങി വന്നില്ല. അപ്പോൾ വചനം കേൾക്കുന്നതല്ല വിഷയം, അത് പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസം? ഈ പ്രതിസന്ധികളെ അതിജീവിച്ച വിശ്വാസമായിരിക്കണം. അത് കേവല വിശ്വാസം പോരാ. അപ്പനും അമ്മയും തന്ന വിശ്വാസം പോരാ. അപ്പനും അമ്മയും നമുക്ക് വിശ്വാസം തന്നില്ലേ? നമ്മൾ വിശ്വാസമുള്ള കത്തോലിക്ക കുടുംബം ജീവിച്ചവരാണ്. ആ വിശ്വാസം വർക്കൗട്ട് ചെയ്തില്ല കുറച്ച് കഴിയുമ്പോൾ. നമുക്ക് പ്രയോജനപ്പെടുന്ന വിശ്വാസമാണെങ്കിൽ നമ്മൾ സഹനത്തെ അതിജീവിച്ച വിശ്വാസമായി. ഒരു ഉദാഹരണം പറയും, നമ്മുടെ കാനൻകാരി ഇല്ലേ ബൈബിളിൽ? കാനൻകാരി വിജാതി സ്ത്രീ, ജ്ഞാനസ്നാനപ്പെടാത്ത യഹൂദ അല്ലാത്ത സ്ത്രീയാണ്. അവർ വന്നിട്ട് ഈശോയുടെ മുമ്പിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? എൻ്റെ മകൾ പിശാച് ബാധിതയാണ്, അവൾ എന്നെ ഉപദ്രവിക്കുന്നു, അവളും ചാകാൻ പോകുന്നു, ഒന്നെങ്കിൽ എന്നെ കൊല്ലും, അവൾ അല്ലെങ്കിൽ ചാകും, അല്ലെങ്കിൽ ഞാൻ രണ്ടും ചാകും. ആ രീതി ആണ് കർത്താവെ അവസ്ഥ. അതുകൊണ്ട് എൻ്റെ മകളെ നീ സഹായിക്കണം, സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ അത് മൈൻഡ് ചെയ്തില്ല. ഒരു പ്രാർത്ഥനയുടെ രീതി കണ്ടില്ലേ? ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈശോ മൈൻഡ് ചെയ്തില്ല, അവസ്ഥ കേട്ടല്ലേ? സെക്കൻഡിൽ അവളെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അപ്പോസ്തലന്മാർക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചു ഇല്ലേ? അപ്പോസ്തലന്മാരോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ, എന്നെ പരിചയമില്ല, ഞാൻ വിജാതി സ്ത്രീ ആയതുകൊണ്ടായിരിക്കും ഗുരു എന്നെ മൈൻഡ് ചെയ്യണില്ല, ഒന്ന് പറയേ എൻ്റെ മകളുടെ അവസ്ഥ കണ്ട, ഒന്ന് സഹായിക്കുക എന്ന് പറയുമ്പോൾ പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥന കേട്ടിട്ട് പുണ്യാളച്ചൻ വരുന്നുണ്ട് സഹായിക്കാൻ വേണ്ടി. ആ പുണ്യാളച്ചൻ ഈശോനോട് പറയും, ഈശോ നമ്മുടെ കൂടെ പുറകെ അവളെ കരഞ്ഞു വരണേ കണ്ടില്ലേ? ഒന്നുമില്ല, ശല്യമാണെങ്കിൽ ഓർത്തെങ്കിലും അവളെ പറഞ്ഞു വിടാൻ പറയും. അപ്പോൾ ഉടനെ ഈശോ പറയും, നോ, ഇസ്രായേൽ മക്കളിൽ നഷ്ടപ്പെട്ട ആടുകളിലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കണമെന്ന് പറയും. അപ്പോഴും ആ പ്രാർത്ഥന സെക്കൻഡ് ഫേസ്, ആ പ്രാർത്ഥന ബ്ലോക്കായി. സെക്കൻഡ് ഫേസ്, ആ പ്രാർത്ഥനയുടെ സെക്കൻഡ് സെക്ഷൻ കണ്ടില്ലേ, അതും ബ്ലോക്കാണ്. നിങ്ങൾ ഈ 3 പ്രാർത്ഥന കൂടി നമ്മൾ എന്നെ വെട്ടാൻ വന്നേക്കരുത്, എൻ്റെ കുഴപ്പമില്ലത്. കർത്താവിൻ്റെ വളർച്ചയിൽ പ്രാർത്ഥനയുടെ കേൾക്കപ്പെടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ദൈവത്തിന് ചില പദ്ധതികളുള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ പ്രാവശ്യം അവൾ തന്നെ നേരിട്ട് വന്ന് ഈശോയോട് പറഞ്ഞ്, കാര്യം അപ്പോസ്തലന്മാർ വന്നിട്ട് കേൾക്കണില്ലല്ലോ. നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 27-ാം തിരുവചനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മത്തായി 15:27. മൂന്നാമത്തെ പ്രാവശ്യം ഈശോയോട് അവൾ വന്നിട്ട് പറഞ്ഞ്, കർത്താവെ സഹായിക്കണേ. അപ്പോസ്തലന്മാർ പറഞ്ഞിട്ട് പോലും കേൾക്കണില്ല. മൂന്നാമത്തെ പ്രാവശ്യം അവൾ വന്ന് പറഞ്ഞു, കർത്താവെ സഹായിക്കണേ, കരഞ്ഞു പറഞ്ഞു. അപ്പോഴുടനെ അത് അതിനേക്കാൾ പുലുവാലായി. അതായത് ഈ സ്വർഗത്തിൻ്റെ ഇരുമ്പ് കവാടം അവക്ക്, പിത്തള കവാടം അവക്ക് മുമ്പേ ഇടിനാദം പോലെ അടച്ചു കളയണ രീതിയിലാണ്. മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറഞ്ഞു. ഇനി ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ പട്ടിയെന്നും കൂടി വിളിച്ചില്ലേ, മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കണത് വിഹിതമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയും? സാധാരണ ആൾക്കാരാണെങ്കിൽ എന്തെന്ന് പറയും? പിന്നെ ഇനി ഇങ്ങനെയുടെ സൗഖ്യം വേണ്ട, ഇതൊക്കെ മനുഷ്യനെ പട്ടിയെന്ന് വിളിച്ചില്ലേ, മണ്ണാങ്കട്ട വാങ്ങാത്തിരി, എൻ്റെ സൗഖ്യം താൻ കൊണ്ടേ പുഴുങ്ങി തരും, ഞാൻ സാത്താൻ സഭയ്ക്ക് പോകണമെന്ന് പറയും ഇല്ലേ? അങ്ങനെ എത്ര എണ്ണം പോയി? തകിടിനും മന്ത്രവാദത്തിനും ആഭിചാരത്തിനും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങളും ചില ആൾക്കാർ പോയിട്ടില്ലേ? അത് വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം ചില പരീക്ഷണങ്ങൾ നൽകുമ്പോൾ വചനം അറിയാൻ പാടില്ലാത്ത കൊണ്ട് നമുക്കത് പ്രയോജനപ്പെട്ടില്ല. ജീവിത പരീക്ഷണങ്ങളിൽ നമുക്കൊരു പരീക്ഷണങ്ങൾ വന്നപ്പോൾ വചനം പ്രയോജനപ്പെടാഞ്ഞ എന്തുകൊണ്ടാണ്? ഇവളെ കണ്ടില്ലേ, ഇവളെ കണ്ടുപിടിച്ച് ഇവളുടനെ തിരിച്ചു പറയും, അവൾ പോയില്ല, ആഭിചാരത്തിനും പോയില്ല, കുടുംബത്തിനും മന്ത്രവാദത്തിനും ഒന്നും പോയില്ല, അവൾ കർത്താവിനടുത്ത് തന്നെ നിന്ന്. ഇതിന് ശരണം എന്നാ പറയണത്. വിശ്വാസം മാറി. വിശ്വാസം മൂക്കുമ്പോൾ, ഈ കള്ള് മൂക്കുമ്പോൾ ചാരായം ഉണ്ടാകണ പോലെ വിശ്വാസം മൂക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് പ്രത്യാശ. പ്രത്യാശ നമ്മൾ നിരാശരാകുന്നില്ല. റോമ 5:5 കൈയടിച്ച് കർത്താൻ സുഖമില്ല.
അവസാനം ഈശോ എന്നാ പറഞ്ഞത്? അതായത് നമ്മുടെ വിശ്വാസം കേൾക്കപ്പെടാതെ വരുമ്പോഴും നമ്മൾ അവിടെ തന്നെ നിന്ന് വീണ്ടും പ്രാർത്ഥന തുടരുമ്പോൾ ക്രമേണയാണിത് പ്രത്യാശയായി മാറുന്നത്. പ്രത്യാശ റോമാഞ്ചാഞ്ചിരീശ പറഞ്ഞു, നമ്മൾ നിരാശരാക്കുന്നില്ല. ദൈവവേദനെ എന്ന് നിൻ്റെ നിരാശകൾ അവസാനിക്കും, അന്ന് നീ പ്രത്യാശ എന്ന പുണ്യമുണ്ടായി നിൻ്റെ കൃപയിൽ അഭിഷേകം പ്രാപിച്ചത് മനസ്സിലാക്കണം. ഒരു സെയിം തിങ്ങിന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നിട്ട് നിനക്ക് ഡിസ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഫെയ്ത്ത് കോളത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുക. നോൺസെൻസ്. നമ്മുടെ ക്രൊണോളജിക്കൽ ഈ ഫെയ്ത്ത് ഇയർ വരുമ്പോൾ നമ്മുടെ ക്രൊണോളജിക്കൽ ഇയറിനെ ഫെയ്ത്ത് ഇയർ അതിലംഘിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായ വയസ്സിനേക്കാൾ വലുതായിരിക്കണം വിശ്വാസത്തിൻ്റെ വയസ്സ്. നിനക്ക് 38 വയസ്സുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം ഒരു 45 ഇല്ലെങ്കിലും ആയിരിക്കണം. ഗാനം കാര്യപ്പോലെ. കാര്യം എന്താ? ദൈവം ആഗ്രഹിക്കണത് എന്താ? ഇങ്ങനെ ഒരു ടെസ്റ്റ് തന്നിട്ട് നിന്നെ ചവിട്ടി പുറത്താക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം കരയുകയാണ്, ദൈവം ആഗ്രഹിക്കണം, എൻ്റെ മകളെ ഈ ടെസ്റ്റ് നീ വിജയിക്കൂ, നീ വിശ്വാസത്തിൽ വളരൂ. എന്നിട്ട് അവൾ പറഞ്ഞില്ലേ, ശരിയാണ് ഈശോയെ. അവളുടെ മറുപടി ഭയങ്കര മറുപടിയാണ്, കർത്താവിൻ്റെ കരള് കുലുക്കിയ മറുപടിയാണ്. ജീസസ്, ഇറ്റ് ഇസ് റൈറ്റ്, ഐ ആം ട്രൂ. ഞാനൊരു പട്ടിയാണ് ഈശോയെ. ദാറ്റ്സ് കറക്റ്റ്, യു ആർ കറക്റ്റ്. എന്നിട്ട് പിന്നെ അവൾ പറയണേ, യജമാനൻ്റെ ഈശോ പട്ടികൾ പോലും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം തിന്നാറുണ്ടല്ലോ. അപ്പോൾ എന്നാ പറ്റി? അവളുടെ ആവശ്യത്തെക്കാൾ അവളുടെ വിശ്വാസം വളർന്ന്. നമ്മുടെ വിശ്വാസം നമ്മുടെ ആവശ്യത്തെക്കാൾ വലുതായിരിക്കണം. ഉടനെ ഈശോ എന്താ പറഞ്ഞത്? വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. അതാണ് ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മകളെ, നിൻ്റെ വിശ്വാസം വലുതാണ്. എന്തിനേക്കാളും? നിൻ്റെ പിശാച് ബാധിച്ച മകളെക്കാളും വലുതാണ്. കാര്യം അതിനേക്കാൾ വലുതാണ്. വെച്ചാൽ നിൻ്റെ ആവശ്യത്തിനേക്കാൾ വലുതാണ് നിനക്ക് ഞാൻ. എൻ്റെ ദൈവവേദനെ നമ്മുടെ ആവശ്യത്തെക്കാളും നമുക്ക് ദൈവം വലുതായിരിക്കണം. എന്നാണ് നമ്മുടെ ആവശ്യത്തെക്കാൾ ദൈവം വലുതാകണത്? ആ ആവശ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാമല്ലോ. നമ്മുടെ വിശ്വാസം നമ്മുടെ ആവശ്യത്തെക്കാൾ അതിലംഘിക്കുമ്പോഴാണ് ആ വിശ്വാസം വലിയ വിശ്വാസമാകണത്. ഈ വലിയ വിശ്വാസത്തിന് പറയുന്ന പേരാണ് പ്രത്യാശയെന്ന്. പ്രത്യാശയുടെ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? പ്രത്യാശയുടെ അറ്റത്ത്
ജീസസ് ഈസ് അവർ ഹോപ്പ്. ഈശോയാണ് നമ്മുടെ പ്രത്യാശ, അല്ലേ? എൻ്റെ മക്കളെ, ഈശോ അത്താഴ മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയല്ലേ? എല്ലാവരും കഴിച്ചല്ലോ. അപ്പോൾ ഈശോ കഴിച്ചില്ലല്ലോ. അപ്പോൾ ഈശോയോട് പത്രോസ് ചോദിച്ചു, ജീസസ് വൈ ആർ നോട്ട് ടേക്കിംഗ്? എന്നാ കഴിക്കാത്ത? പട്ടിണി ഇരിക്കാൻ പോണോ? അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? മകന്, ഈ മേശയിൽ നല്ല എനിക്ക് സെർവിങ് ഉള്ളത് എൻ്റെ അപ്പൻ്റെ മേശയിൽ നിന്നാണ് ഉള്ളതെന്ന് പറയുന്നത്. ദൈവവേദനെ, നിനക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും മേശ സെർവിങ് ഇല്ലെങ്കിൽ സ്വർഗീയ മേശ നോക്കിയാൽ മതി. അത് ഈശോ നമുക്ക് നൽകിയിട്ടുള്ള ഒരു നിലപാടാണ്. നിന്റെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട നിന്റെ ബിസിനസ്, നിന്റെ ഏതെങ്കിലും മേഖലകളിൽ നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നിനക്ക് തരണം എന്താണ്? സ്വർഗീയ മേശ എന്നായിരിക്കും. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. കരം ഉയർത്തിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, കർത്താവ് നമുക്ക് നല്ല വചനം നൽകി ആഴമായി ബോധ്യപ്പെടുത്തി. കർത്താവ് നമ്മളെ ആഴപ്പെടുത്തി. കർത്താവ് നന്ദി പറയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈശോയിൽ എപ്പോഴും ചെയ്യുന്ന പോലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത്രയും വചനം കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, ഈശോ പറയാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. ഞാൻ സ്വന്തമായിട്ട് ചിന്തിച്ച് ആലോചിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പഠിച്ചും മറ്റ് പുസ്തകങ്ങളൊന്നും കേട്ടും പറഞ്ഞിട്ടില്ല. എല്ലാം ഈശോ ഈ 2 ആഴ്ചക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പല പ്രാവശ്യം പല സ്ഥലത്തുകൾ പല കൺവെൻഷനിൽ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാനെല്ലാം കണക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ പല കൺവെൻഷനിൽ വെച്ചും ധ്യാനങ്ങളിൽ വെച്ച് ഈശോ പറഞ്ഞത്, വെളിപ്പെടുത്തിയത് എല്ലാം കൂടി ഞാൻ ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വർഗീയമായ ഒരു മനസ്സ് കിട്ടി, എന്താ ഈശോ ഉദ്ദേശിക്കണമെന്ന്. അതന്നെ നമ്മുടെ ജീവിതത്തിലുള്ളത്. നിങ്ങൾ വിശ്വാസിച്ച് വളരാൻ വേണ്ടി ഒരു വർഷം ഈശോയോട് വാങ്ങിച്ചിരിക്കുകയാണ് ഞാനും നിങ്ങളും. ആ വിശ്വാസം വളരാൻ വേണ്ടിയുള്ള അന്ന് വേണ്ട ആഹാരം പോലെയുള്ള ഹോംവർക്കുകൾ നൽകുമ്പോൾ ഈശോപ്പനെ സുവിശേഷവിഹിതമായി സമീപിക്കാനുള്ള ഒരു മനസ്സ്, അത് വിശ്വാസ വളർച്ചയുടെ ആസ്തി. ശ്രദ്ധിക്കട്ടെ. യാ സിരിയാ റാമി. ഇപ്പോഴും ഉദരത്തിന് വേദനയുള്ളവർ ഉദരത്തിൽ കൈവെക്കുക, നെഞ്ചിന് വേദനയുള്ളവർ നെഞ്ചിൽ കൈവെക്കുക. അവിടെ ചൂട് അനുഭവിക്കണ പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാം. അപ്പോൾ മാതാ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഒത്തിരിയേറെ അടയാളങ്ങൾ വർദ്ധിച്ച കാര്യം നിങ്ങൾക്കറിയാം. പത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ജീവിക്കുന്ന ദൈവത്തിരുസന്നിധി നിൽക്കുന്നത് വിശ്വാസത്തോടെ. ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കർത്താവ് നിസ്സാരമായിട്ട് പരിഹരിക്കുന്നത്. ദിവസങ്ങളിൽ സ്ത്രീ പറഞ്ഞത്, എനിക്ക് പങ്ക്രിയാസിന് പൂപ്പലായിരുന്നു എന്നാണ് പറഞ്ഞത്.
ഇവിടെ സാക്ഷ്യം പറഞ്ഞത്, യൂട്യൂബിലെല്ലാം കിടക്കുന്നുണ്ടത്. എനിക്ക് പങ്ക്രിയാസിന് പൂപ്പലായിരുന്നു, ആഹാരം ഇറങ്ങണേ ഇല്ലായിരുന്നു 3 മാസമായിട്ട്. അത് എൻ്റെ കരളിനെ ഇഫക്റ്റ് ചെയ്തിട്ട് കരൾ രോഗമായി മാറി. ഇത് രണ്ടിനും ചികിത്സ ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ ആ സമയത്താണ് ഞാൻ ഇവിടെ വന്നതെന്ന്. ഉടമ്പടി പ്രാർത്ഥന ചെയ്തത്. ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ മുകളിലോട്ട് പോയിട്ട് 3 മാസം ഞാൻ കഴിക്കാത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചെന്ന്. എന്താണ്, ആ സെക്കൻഡിനുള്ളിലാണ് അവളെ സൗഖ്യപ്പെട്ടിട്ട് 3 മാസമൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാനില്ല, അല്ല ഇത്തിരി ബലം കഴിക്കും. അയാൾ വിശപ്പോട് കൂടി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെയാണ് പറയണത്. അതിനുശേഷം അച്ഛാ ഒരിക്കലും എനിക്ക് ഭക്ഷണം വിശപ്പ് കുറഞ്ഞിട്ടില്ല, എല്ലാം കർത്താവ് തിരിച്ചു തന്നു. എൻ്റെ കൈ വറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓടി അമ്മയുടെ അടുത്ത് പിറ്റേ ദിവസം ഓടി വന്നപ്പോൾ ആശുപത്രി പോണ മുമ്പ് അമ്മയുടെ അടുത്ത് വന്നിട്ട് പോകാമെന്ന് നോക്കിയപ്പോൾ ഞാൻ ചില്ലയെ തൊട്ടപ്പോൾ എൻ്റെ വിറയിൽ മാറിയെന്ന്. ഇവിടെ സ്ഥലമാണ്. അത്രയും അനുഗ്രഹപൂർണ്ണമായ സന്നിധാനത്ത് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ബോധ്യം ആദ്യം വരുന്ന മക്കൾക്ക് ഉണ്ടാവണം. മറ്റുള്ളവർക്കെല്ലാം അതുണ്ടെന്ന് അച്ഛനറിയാം. അനേക സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും അവർ കേൾക്കണതാണ്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറച്ച് നെഞ്ചുവേദനയുള്ളവർ നെഞ്ചിന് വെക്കുകയും വയറുവേദനയുള്ള വയറ് വെക്കുക, നടുവിന് വേദനയുള്ള നടുവിൽ വെക്കുക. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ശ്രുതിക്കട്ടെ ആശീർവാദാറാമേ. കർത്താവായ യേശുമിശിഹായേ, എല്ലാവരും ശ്രുതിക്കട്ടെ. കർത്താവായ യേശുമിശിഹായേ, വയറുവേദനക്കാരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടൽ രോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോ കരൾ രോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോ ഹൃദയ രോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോ നടുവേദനക്കാരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോ ഉദരാശയത്തിൽ വേദനയുള്ളവരെ, ഉദരാശയത്തിലും ഗർഭാശയത്തിലും മുഴകളുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ. ഈശോ നേരത്തെ സന്ദേശത്ത് കണ്ടപോലെ കർത്താവെ ഓപ്പറേഷൻ ചെയ്തവരെ, കർത്താവ് വീണ്ടും സ്റ്റിച്ചിന് ഇൻഫെക്ഷൻ ഉള്ളവരെ, കർത്താവ് ആന്തരികമായ അവയവങ്ങൾക്ക് ചെയ്ത ഓപ്പറേഷൻ ഇൻഫെക്ഷൻ ഉള്ളവരെ കർത്താവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ ശ്രദ്ധിക്കട്ടെ. മുദ്രാശ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, ചെറുകുടൽ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, അർസിസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, യേശു ക്രിസ്തു നാമത്തിൽ കലരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, രോഗങ്ങൾ മാറിപ്പോട്ടെ. മക്കളെ, കടുത്ത തലവേദന, തല വെട്ടിപ്പിടിക്കുന്ന പോലെ, മെനിഞ്ചിറ്റിസ് പോലെയുള്ള വേദനകൾ, തൊണ്ടവേദന, ടോൺസിറ്റ് വേദന, തൈറോയ്ഡ് വേദന, അതുപോലെ തന്നെ ഉണ്ടാകുന്ന വാതരോഗങ്ങൾ എല്ലാം അച്ഛനിലൂടെ സമർപ്പിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ തൈറോയ്ഡ് രോഗികളെയും ടോൺസിറ്റ് രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, തൊണ്ടയ്ക്ക് വീക്കമുള്ളവരെ കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. ഈശോയെ സ്പർശിക്കണമേ. മുക്കിന് ദിശ വളരുന്നവരെ കർത്താവെ സ്പർശിക്കണമേ. പല്ലുവേദനക്കാര്, ചെയ്യുന്ന അസുഖമുള്ളവരെ, നാക്ക് പെരുത്തവരെ, നാക്ക് തളർന്നവരെ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ, 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 മക്കളെ, ബിസിനസ് തകർന്നു പോയവരെ, സാമ്പത്തികമായ ബാധ്യതകളാൽ വളരെ പൊറുതിമുട്ടിയിട്ട് ഈ ആഴ്ചകൾ, ഈ ദിവസങ്ങളിൽ ഈശോ ഇടപെട്ടില്ലെങ്കിൽ എന്തെങ്കിലും ദുരിതം സംഭവിക്കുമെന്നുള്ള അത്രയും വേദനപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ വരുമാന മാർഗങ്ങൾ മുട്ടിപ്പോയവരെ, ജോലി തടസ്സം വന്നവർ, ജോലിക്ക് ശമ്പളം കിട്ടാത്തവരെ, ഈ മാസം പെൻഷൻ വരെ കിട്ടാത്തവരുണ്ട് പല വിഷയങ്ങളിൽ. അങ്ങനെ പലതരത്തിൽ മനുഷ്യർ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നുണ്ട്.
അതുപോലെ കുടുംബ സമാധാനം ഇല്ലാത്തവർ, മദ്യപാനികളിലും മറ്റൊരു ആസക്തിയിൽ അകപ്പെട്ടു പോയവർ, അന്യമതസ്ഥരെ പ്രേമിച്ചും അതുപോലെയുള്ള മുഖപാപങ്ങൾ വീണപ്പെട്ട് കുടുംബത്തിന് ജീവിത ചൈതന്യം നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ കണ്ണീര് കുടിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രത്യാശ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളെ പ്രതിവേദനിക്കുന്ന മാതാപിതാക്കന്മാരെ മക്കളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിത ബന്ധനങ്ങള് അഴിച്ചു മാറ്റിക്കൊണ്ട് മാതാപിതാക്കന്മാരെ അങ്ങ് സന്ധിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, ജീവിത ഉപായങ്ങള്, ജീവിത മാർഗങ്ങള് മുട്ടിപ്പോയവര്, കർത്താവെ വരുമാനമില്ലാത്തവര്, സമാധാനമില്ലാത്തവര്, മദ്യപാനവും മറ്റാസക്തികളും കൊണ്ട് കുടുംബത്തിൽ സമാധാനമില്ലാത്തവര്, യേശു ക്രിസ്തു കൃപയാൽ നിറയട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ ഹല്ലേലൂയ. നമ്മുടെ വലത് കണ്ണിൻ്റെ മുകളിൽ ഒരു മുഴ പോലെ ഇങ്ങനെ വരുന്നുണ്ട് നെറ്റിക്ക്. അത് കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവസാനം അത് വളർന്നു കഴിഞ്ഞാൽ അവിടെ തലച്ചോറ് നെറ്റി പിളർന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ആ മുഴ കാണാത്ത രീതി കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തണം. ശ്രുതിയുടെ ആശീർവാദാമി. എപ്പോഴും വലത് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് കൺപോളകൾ കറുത്തോണ്ട് വരിക്കുന്ന അസുഖമാണ്. എന്താ അസുഖമാണ് അച്ഛൻ അറിയത്തില്ല. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ശ്രുതിയുടെ ഭാഗോടമ്പടി നടക്കാത്തവർ, സ്വന്തം വിഹിതം കിട്ടാത്തവർ, വീട് വെക്കാൻ പറ്റാത്തവർ, മക്കളെ കെട്ടിക്കാൻ പറ്റാത്തവർ, പലതരത്തിൽ ജാമ്യം വെക്കാനോ ഈട് വെക്കാനോ ലോൺ എടുക്കാനോ ഒന്നും പറ്റാതെ ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്ന നിലവിൽ കർത്താവിന് സത്യം വെക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഏതെങ്കിലും പ്രത്യേകമായൊരു വിഷയത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും വേദനപ്പെടുകയും ആ വിഷയത്തിൽ എപ്പോഴും മ്ലാനമായ മനസ്സ് സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവിന് ശ്രദ്ധയുടെ ശ്രുതിയുടെ ആശീർവാദാമി. ശ്രുതിയുടെ ഹല്ലേലൂയ. ഈശ്വരനെ നോക്കുക മക്കളെ. അസ്ഥികളിലെ ചില സ്ഥലങ്ങളിൽ അസ്ഥികൾ വലുതായി വരുന്നു. അവിടെ സന്ധികളിലെ പേശികളും വലുതായി വന്നിട്ട് പേശികൾക്ക് മരത്തിൻ്റെ പോലുള്ള ഒരുതരം മുരുത്ത, അങ്ങനെ ഒരു മരവിച്ച അവസ്ഥ. അത് കർത്താവ് അതിൻ്റെ അതായത് അസ്ഥികളുടെ മേലുള്ള പേശികൾ ജോയിൻസിൽ മരവിച്ച പോലെ ഇങ്ങനെ ഒരു ആ ബോഡിയുടെ സൗഷ്ഠവമില്ല, മറിച്ച് ഒരു മരവിച്ച ഒരു മരം പോലെയൊക്കെ ഇരിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. നോക്ക മക്കളെ, ഒരു കുളവുമായി ബന്ധപ്പെട്ട് തേക്കുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായി. അത് വലിയ വിഷയമായി മാറി. ആ വിഷയത്തിൽ ഈശോ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ യാസീരിയാറാം. തേക്കെന്ന് പറയുമ്പോൾ മരത്തിൻ്റെ തേക്കല്ല, കുളത്തിൻ്റെ വെള്ളം കോരി തേയണതാണ്. അതിൻ്റെ ഒരു ഇഷ്യൂ തർക്കമായിട്ട് മാറുകയാണത്. അത് നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. കുറച്ച് വിട്ടുവീഴ്ച കാണിച്ച് സാധനം അവസാനിപ്പിക്കാൻ പൈസ പറയും.